ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 519 കോംപ്രേരിയ തിരുനാളിന് 30 കൊടിയേറും. ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 519 കോംപ്രേരിയ തിരുനാളിന് 30 കൊടിയേറി ഓഗസ്റ്റ് 5 തിരുനാളും 15 എട്ടാമിടവുമായി സമാപിക്കും. 29 വരെയാണ് നവനാൾ ദിനങ്ങൾ. 30 രാവിലെ 10 മണിക്ക് കടൽ വെഞ്ചരിപ്പ്, വൈകിട്ട് 5 മണിക്ക് അഭിമന്യ പിതാവിന് സ്വീകരണം. തുടർന്ന് കോട്ടപ്പുറം രൂപത മെത്രാൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടിയേറ്റും. പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ശേഷം ഫാദർ ഷൈജൻ കളത്തിൽ വചനപ്രഘോഷണം നടത്തും. 31 വൈകിട്ട് 5:30 ദിവ്യബലിക്ക് ഫാദർ വി അമൽരാജ് കാർമ്മികത്വം വഹിക്കും. ഫാദർ എച്ച് ഗ്ലാഡൻ വചനപ്രഘോഷണം നിർവഹിക്കും. ഓഗസ്റ്റ് 1 വൈകിട്ട് 5 മണിക്ക് അഭിമന്യ പിതാവിന് സ്വീകരണം. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി. കൊച്ചി രൂപത മെത്രാൻ റവറന്റ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബാബു പോൾ വചനപ്രഘോഷണം നടത്തും. രാത്രി 7 മണിക്ക് ബൈബിൾ നാടകം. ഓഗസ്റ്റ് 2 രാവിലെ 10:30 ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പടമാട്ടുമൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 മണിക്ക് ദിവ്യബലി ഫാദർ അനൂസി കലിസ്റ്റസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി. കണ്ണൂർ രൂപത സഹായ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കാർമ്മികത്വം വഹിക്കും. ഫാദർ ബെന്നി അച്ചാരുപറമ്പിൽ വചനപ്രഘോഷണം നടത്തും. രാത്രി 7:15 സൂപ്പർ മെഗാ ഇവന്റ്. ഓഗസ്റ്റ് 3 വൈകിട്ട് 4:45 പ്രസിഡന്റ് വാഴ്ച. തുടർന്ന് ദിവ്യബലി. ഫാദർ ജോസഫ് ഓളാട്ടുപുറം കാർമ്മികത്വം വഹിക്കും. ഫാദർ ജേക്കബ് മഞ്ഞള്ളി വചനപ്രഘോഷണം നിർവഹിക്കും. രാത്രി 7 മണിക്ക് ഇടവക ദിനം സ്വർഗ സായാഹ്നം. ഓഗസ്റ്റ് 4 വേസ്പരി ദിനം. വൈകിട്ട് 5 മണിക്ക് അഭിമന്യ പിതാവിന് സ്വീകരണവും തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി നടത്തപ്പെടും. വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ റവറന്റ് ഡോക്ടർ ആന്റണി വാലിങ്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ സ്റ്റീഫൻ തോമസ് വചനപ്രഘോഷണം നടത്തും. തുടർന്ന് പ്രദക്ഷിണം വടക്ക് ഭാഗത്തേക്ക് നടക്കും. ഓഗസ്റ്റ് 5 തിരുനാൾ ദിനമായി ആഘോഷിക്കും. രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെ തുടർച്ചയായി ദിവ്യബലിയും നോവേനയും ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് അഭിമന്യ പിതാവിന് സ്വീകരണം. തുടർന്ന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഇമരിറ്റസ് റൈറ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിജു അറക്കത്തറ വചനപ്രഘോഷണം നിർവഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. തുടർന്നുള്ള ദിവ്യബലിക്ക് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ പോൾ മനക്കൽ, ഫാദർ പോൾ മാഞ്ഞുരാൻ, ഫാദർ ഡൊമിനിക് പിൻഹിറോ, ഫാദർ നിൽ ചടൈമുറി, ബസിലിക്ക റെക്ടർ ഫാദർ ആന്റണി കുരിശിങ്കൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 15 എട്ടാമിടമായി ആഘോഷിക്കും. പത്രസമ്മേളനത്തിൽ ബസിലിക്ക റെക്ടർ ഫാദർ ആന്റണി കുരിശിങ്കൽ, സേവ്യ താണിപ്പള്ളി, പ്രൊഫസർ ഡോക്ടർ ജോസഫ് ഡെറിൻ, ഡോക്ടർ ജോസഫ് ഡെറിൻ കുരിശിങ്കൽ, ഈശി ജോസഫ് മഞ്ഞളി, മിൽട്ടൺ വിവര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. ഓഗസ്റ്റ് 15 എട്ടാണ്. ഒരു മാസക്കാലത്തോളം വലിയൊരു ആഘോഷത്തിന്റെ സാന്നിധ്യമാണ് ഈ യശസ്സിനെ നീക്കിയിരുന്നത്. തീർച്ചയായും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ അകവഴിഞ്ഞ പ്രവർത്തനവും ഈ തിരുനാളിനെ കൂടുതൽ ഭംഗി കൂടുന്നത്. എല്ലാവരും ഇടയിലേക്ക് തിരുനാളിനോടൊപ്പം വിളിച്ചുകൊടുന്നതിനെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സഹായിക്കുന്നത്. ഇവിടെ ആയിരുന്ന എല്ലാ പ്രവർത്തകരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നവനാളിന്റെ ആഘോഷിക്കുന്നത്. 30 കൊടികയറ്റം. പിന്നെ 5-7 ദിവസത്തെ തിരുനാൾ തന്നെയാണ്. കൊടിയേറ്റത്തിന്റെ അന്ന് രാവിലെ 9:15 ഇവിടെ ഉദ്ഘാടനം നടത്തുന്നു. അത് നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് ജഗദീഷ് സാറ്. അതിനുശേഷം കടലിൽ നമ്മൾ 3 ബോട്ടുകളിലായി കടലിൻ്റെ അടിമുഖം വരെ പോയിട്ട് അവിടെ കടലിൽ ജീവിക്കുന്നു. മാതാവിൻ്റെ പ്രതീക്ഷിച്ചുകൊണ്ട് ആഘോഷമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കടലിൽ നടത്തുന്നു. അതാണ് കൊടിയേറ്റത്തിൻ്റെ 30 രാവിലെയുള്ള ചടങ്ങുകൾ. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് നമ്മുടെ തന്നെയായ അംബ്രോസ് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. 5 മണിക്ക് കൊടികയറ്റം. തുടർന്ന് ദിവ്യബലി. ഈ ദിവ്യബലിക്ക് ശേഷം
ഒരു ശിശോൺ എന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ ദീപാരാധന